ആദ്യമേ പറഞ്ഞ ഒരു പ്രശ്നം നമ്മുടെ നികുതി ഫീസ് അതുപോലുള്ളതൊക്കെ വർധനവ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം സാമൂഹ്യമായി ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അതിനാവശ്യമായ വരുമാനമുണ്ടാകും. വരുമാനമുണ്ടാകുന്നതിനനുസരിച്ചാണ് സാമൂഹ്യമായുള്ള കാര്യങ്ങൾ നല്ലതുപോലെ നിർവഹിക്കാനാവും. നമ്മുടെ ലോകത്ത് ഈ സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളുടെ മാതൃകകൾ പലരും എടുത്തു കാണിക്കാറുണ്ട്. അവിടെ വലിയ തോതിലുള്ള സാമൂഹ്യ ഇടപെടൽ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനെ മാതൃകയായിട്ട് പറയുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നു. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഉയർന്ന വിദ്യാഭ്യാസം വേണ്ട ഘട്ടത്തിൽ അതിനുള്ള ഉറപ്പുകൾ ഉണ്ടാക്കുന്നു. എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് നല്ല രീതിയിൽ നോക്കുക, അതൊരു ഭാഗം. എന്നാൽ അവിടെയുള്ള ഈ പറയുന്ന നികുതി ഫീസ് എന്നതൊക്കെ നോക്കിയാൽ അത് വളരെ കനത്തതാണ്. വലിയ തോതിലുള്ള നികുതി അവർ ഈടാക്കുന്നത്. അതിലെ ആളുകൾക്ക് പരാതിയില്ല. കാരണം വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കാനാണ് തങ്ങൾ നൽകുന്നത് എന്ന ബോധ്യമാണ് ആളുകൾക്ക് അവിടെയുള്ളത്. ആ വരുമാനം മൊത്തമായി വരുമ്പോഴാണ് സർക്കാരിന് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തുള്ള സാമൂഹ്യക്ഷേമ പരിപാടികളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഈ പറഞ്ഞ വിവിധ കാര്യങ്ങൾ. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 60 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വരുന്ന ചെലവുണ്ട്. ഇപ്പോ ഇൻഷുറൻസിന്റെ ഭാഗമായി വരുന്ന ചെലവ്, നമ്മുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി വരുന്ന ചെലവ്, സാധാരണ നിലക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തിന് നിർവഹിക്കാൻ കഴിയുക അതിന്റെ ഭാഗമായി വരുന്ന വരുമാനത്തിലൂടെയാണ്. ആ വരുമാനം നാട്ടിൽ നിന്ന് പൊതുവിലുണ്ടാകുന്നത്. അപ്പോ ഓരോ വിഭാഗത്തിനും നികുതിയും മറ്റും വരുമ്പോൾ അതൊരു പ്രയാസമായിട്ട് തോന്നുമെങ്കിലും ആ കൊടുക്കുന്ന നികുതി ധനസഹായത്തിനാണ് ഉപകരിക്കപ്പെടുന്നത് എന്ന ധാരണ നമ്മളിൽ പൊതുവിലുണ്ടാകും. അതിന്റെ ഭാഗമായാണ് മൊത്തത്തിൽ ഫീസ് വർധനവും നികുതി വർധനവും ഒക്കെ കൊണ്ടുവരേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ മറ്റൊരു സാഹചര്യം, സംസ്ഥാന സർക്കാരിന് വളരെ ചുരുക്കം മേഖലയാണ് നികുതി. മുൻപ് സംസ്ഥാനത്തിന്റെ കയ്യിലായിരുന്നു അധിക നികുതിയുടെ
മേഖല എല്ലാം ഇപ്പോൾ പടിപടിയായി കേന്ദ്രം കൈകാര്യക്കൊണ്ടിരിക്കുകയായിരുന്നു. GST വന്നതോടുകൂടി എല്ലാമായി. ഇനി വലിയ തോതിൽ ബാക്കിയില്ല, അറിയാലോ കാര്യം. അപ്പോ വളരെ പരിമിതമായ ഭാഗം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നതാണ്. ഈ കാര്യം പൊതുവിലൊരു ബോധ്യമായി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. കച്ചവടക്കാരുടെ മറ്റൊരു പ്രശ്നം പറഞ്ഞത് ശരിയായ ഒരു പ്രശ്നമാണ്. തെരുവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട വിഷയം. തെരുവ് കച്ചവടക്കാർ പലതരത്തിലാണ് വരുന്നത്. അതിന് നല്ല ക്രമീകരണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. കാരണം കച്ചവടക്കാരി പറയുന്ന എല്ലാ വ്യവസ്ഥകളും പാലിച്ച് നികുതി കൊടുത്ത് മറ്റ് ഫീസുകൾ കൊടുത്ത് ക്രമീകരണമായ രീതിയിൽ കച്ചവടം നടത്തുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റ് ഈ പറയുന്ന ബാധ്യതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ. എന്നാൽ ഒരു സാമൂഹ്യ പ്രശ്നങ്ങളിലുണ്ട്. അപ്പൊ അത്തരമൊരു സാമൂഹ്യ പ്രശ്നത്തെ നമ്മളെങ്ങനെ നേരിടുമെന്നത് ഒരു ഭാഗം കാണേണ്ടതായിരുന്നു. ഇഷ്ടം പോലെ തോന്നിയ പോലെ എവിടെയും കച്ചവടം ചെയ്യാം എന്നത് പൊതുവിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. അത് വിവിധ വശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ക്രമീകരണം അതിൽ കൊണ്ടുവരേണ്ടതായിരിക്കും. പിന്നെ നമ്മള് മാനുഷികമായ പരിഗണനയാണ് ഇതിലൊക്കെ അധികം വരിക. ചില പ്രധാന പട്ടണങ്ങളിലൊക്കെ ചില സാധനങ്ങൾക്ക് വിൽക്കുന്ന ആളുകൾ വന്ന് അവിടെ സ്ഥലം മാർക്ക് ചെയ്ത് അവിടെ വിൽക്കുന്നു. ഈ സ്ഥലം മാർക്ക് ചെയ്ത് കിട്ടിയവരുണ്ടാവും. ആ കിട്ടിയവരല്ല ഈ കച്ചവടം നടത്തുന്നത്. ഈ നാട്ടുകാരുമല്ല, ചിലപ്പോൾ പുറം നാട്ടുകാരെ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില വമ്പന്മാരുണ്ടാവും. കുറെ യൂണിറ്റുകളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രശ്നവും ഗൗരവമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അപ്പോൾ കച്ചവടക്കാർ നേരിടുന്ന അത്തരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ നമ്മൾ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളാണ് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇവിടെ സംരംഭങ്ങള് വരുമ്പോ ആ സംരംഭങ്ങൾക്ക് നല്ല തരത്തിലുള്ള സഹായം, കൂടുതൽ ധനസഹായം വേണമെന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാലത്തിന് വിടുന്നതാണ് നല്ലത്. ഓരോന്നും കൂടിക്കൂടി വരുമല്ലോ. ഇപ്പം തന്നെ നമ്മളെല്ലാം തീരുമാനിച്ചു പോകണ്ട. ഇപ്പോൾ ഉള്ള സഹായം ഇപ്പൊ നിൽക്കട്ടെ, ബാക്കി കാര്യം വരുന്ന കാലത്തിന് വിടുന്നതായിരിക്കും നന്നാകും. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ തന്നെ സർക്കാർ താല്പര്യപൂർവ്വം ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ഇങ്ങനെ നിൽക്കുന്നത്. 2016 1000-ൽ പരം സ്കൂളുകളായിരുന്നു അടച്ചുപൂട്ടേണ്ട പട്ടികയിലുണ്ടായിരുന്നു. അത് അനാദായകരം എന്നായിരുന്നു കണക്ക്. അന്ന് 5 ലക്ഷത്തോളം കുട്ടികളായിരുന്നു ആ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്നു. അതേ അവസ്ഥയാണ് തുറന്നിരുന്നെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ പറ്റി ഇപ്പൊ വരുന്ന ചർച്ച നടത്തേണ്ടി വരില്ലായിരുന്നു. കാരണം ഏകദേശം അസ്തമിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഒരു അവസ്ഥ. അതിൽ നിന്ന് നമ്മൾ മാറി ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിലാണ് എന്ന് രാജ്യം തന്നെ അംഗീകരിക്കുന്ന അവസ്ഥ വന്നിരുന്നു. അക്കാദമിക് രംഗത്തും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാം ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന അക്കാദമിക് സൗകര്യങ്ങൾ ലഭിക്കുന്ന സ്ഥാപനങ്ങളോട് കിടപിടിക്കത്തക്ക സ്ഥാപനമാകണം നമ്മുടെ നാട്ടിലെ ഏത് ഗ്രാമത്തിലുമുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. എല്ലാവർക്കും
ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ളത്. അതിന് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിനാവശ്യമായ നടപടികൾ പടിപടിയായി സ്വീകരിച്ചു വരുന്നു. ഇവിടെ രാസലഹരിയുമായി ബന്ധപ്പെട്ട് ഗൗരവമായി കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് വിവിധ ആളുകൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാരും അത് ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇതിലുള്ള ഗൗരവാവസ്ഥ നാടിന്റെ ഭാവിയെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ രാസലഹരിക്ക് അടിപ്പെട്ട ഒരു മനുഷ്യൻ അത് മെല്ലെ മെല്ലെ മനുഷ്യരല്ലാതെ മാറുന്നു. മനുഷ്യത്വം പൂർണ്ണമായി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. അത്തരം ശീലങ്ങൾ സ്വീകരിച്ചു തുടങ്ങുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുന്നു. ഇതാണ് ഗൗരവമായി ഗവൺമെന്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല തയ്യാറെടുപ്പാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാർച്ച് തൊട്ട് നമ്മൾ തുടങ്ങി നടത്തി വരും. അതിന് വിവിധ തലങ്ങളിലെ ആലോചനകൾ നടന്നിട്ടുണ്ട്. വിദഗ്ധരുമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളുള്ളവരുമായി പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ സ്കൂളുകൾ തോറും വലിയ ക്യാമ്പയിൻ ഇതിനെതിരായി ആരംഭിക്കണമെന്നാണ് കരുതുന്നത്. എല്ലാ കുട്ടികളെയും ഇതിന്റെ ഭാഗമായി അണിനിരത്താനാണ്. ലഹരിക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്താനാണ്. ലഹരിക്ക് അടിപ്പെടുന്നതിന്റെ മാനസികാവസ്ഥ അതും നാം പരിശോധിക്കേണ്ടതായിരുന്നു. കുഞ്ഞുങ്ങളുടെ മാനസിക നിലയിൽ വരുന്ന മാറ്റം അതൊരു ഘടകമാണ് എന്നതാണ്. കുഞ്ഞുങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന നടപടികൾ അതിന് ഒരു ഭാഗം കുട്ടിയുടെ കുട്ടിത്തം നഷ്ടപ്പെടുത്തുന്ന സമീപനം പലപ്പോഴും ഉണ്ടാകും. കുട്ടിയായാൽ കളി പ്രധാനമാണ്. പല കുട്ടികൾക്ക് ഇപ്പൊ കളിക്കാൻ സമയമില്ല. കുട്ടി ഇങ്ങനെ പഠനമെന്ന് പറഞ്ഞ് വല്ലാതെ സമ്മർദ്ദത്തിലാക്കില്ലേ കുട്ടികൾ. അപ്പോ വീട്ടില് പഠനം, തൊട്ടു പിന്നാലെ അവിടുന്ന് സ്കൂളിലെ വാഹനം വന്നു, അതില് പിന്നെ സ്കൂളിലെത്തി, സ്കൂൾ കഴിഞ്ഞാൽ ഉടനെ ട്യൂഷൻ. ഇവിടെ കുട്ടിക്ക് കുട്ടിയുടേതായ കുട്ടിത്വത്തിന്റെ സമയം ചെലവഴിക്കാൻ സമയം, അതിനവസരം. എല്ലാവരും കുട്ടികളായിട്ട് വളർന്നവരാണ്. കുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ കളിച്ചു വളരാൻ അവസരം വേണം. കളിക്കുക അത് വെറും കളിയല്ല. ജീവിതത്തിൽ ഒരുപാട് പാഠം കളിയുടെ ഭാഗമായി ലഭിക്കുന്നു. കാരണം കളിയിൽ തോൽവിയുണ്ട്. എല്ലാ കളിയും ജയിക്കും. ഏത് ജയിക്കുന്നയാള് തോൽക്കുമല്ലോ. തോറ്റ് ശീലിക്കുന്നത് പ്രധാനമാണ്. തോറ്റ് ശീലിക്കുന്നില്ലെങ്കിൽ നിങ്ങള് ഇപ്പൊ കുട്ടികളൊക്കെ എന്താ, എന്ത് ചോദിച്ചാലും കിട്ടുന്ന കുട്ടിയാണ്, ഉടനെ കൊടുക്കും. അപ്പൊ എല്ലാം കുട്ടി നേടുകയാണ്, എവിടെയും കുട്ടി പരാജയപ്പെടുന്നില്ല. പിന്നെ അങ്ങോട്ട് ജീവിതത്തിലേക്ക് കടന്ന് കുട്ടി തോറ്റുപോകുന്നു തോന്നുന്നു, കുട്ടി ആകെ തകർന്നു. ഈ തോൽവി സാരമില്ല എന്നൊരു മാനസികാവസ്ഥ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. കാരണം തോൽവി പരിചയപ്പെട്ടിട്ടില്ല, തോൽവി എന്താണെന്ന് അറിയില്ല.
പിന്നെ കളിയുടെ ഭാഗമായിട്ട് മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധവും അതിൻ്റെതായ പ്രത്യേക മാനസിക ഉല്ലാസവും അതിലൂടെ കിട്ടുന്ന ഉണർവും ഉന്മേഷവും എല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഭാഗം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതായിരിക്കും. ഇതിന്റെ ഭാഗമായി രക്ഷിതാക്കളെ ഈ കാര്യം നല്ലതുപോലെ ബോധ്യപ്പെടുത്തണമെന്നാണ്. മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന കുട്ടികൾക്ക് കളിച്ചു വളരാൻ അവസരം ഉണ്ടായി കൊടുക്കണം. പഠനം അതിന്റെ ഭാഗമായി നടക്കുക എന്നുള്ളതാണ് വേണ്ടത്. എല്ലാ സമയവും പഠിക്കുക എന്ന് പറഞ്ഞ് കുട്ടിയുടെ മേലെ സമ്മർദ്ദം ചെലുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇതൊരു എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇതൊരു ഭാഗം. വേറൊരു ഭാഗം സ്കൂളില് ഇപ്പോ കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ 10-5 ആണല്ലോ, 10-4 ആണല്ലോ സാധാരണ നടക്കുന്നത്. അപ്പോ അപ്പോഴേക്ക് പല കുട്ടികളും വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവും. ഈ സ്കൂള് ഇതൊരു വല്ലാത്ത അവസ്ഥയിൽ സ്കൂളിൽ വിട്ടുപോകുന്നൊരവസ്ഥയിൽ ആ കുട്ടികളെ ആകെ ഈ സമ്മർദ്ദമാകെ പോയി നല്ല ഉന്മേഷത്തിൽ അയക്കാൻ കഴിയും. വിടുന്ന് പോകുന്നത് നല്ല ഉന്മേഷത്തോടെയാവുന്ന കുട്ടികൾ. അതിനൊരു വഴിയായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം, സ്കൂളുകളിൽ ലോങ് ബെൽ അടിക്കുന്നതിന് മുൻപ് ഒരു നിശ്ചിത സമയം കണക്കാക്കി ഒരു ബെല്ല് കൊടുക്കും. എല്ലാ കുട്ടികളും സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. അവിടെ വെച്ച് ഒരു കൂട്ടായ എക്സസൈസ്, സുബ ഡാൻസ് പോലെയുള്ള ഒരു പരിപാടി നടത്തും. എല്ലാവരും മാർത്ത് തിമിർത്തങ്ങ് കളിക്കുക. അങ്ങനെ വരുമ്പോൾ നല്ലതുപോലെ വേർത്ത് ഇവരുടെ ആ മണിക്കൂറുകളിലെല്ലാം ഉണ്ടായ സമ്മർദ്ദം മുഴുവൻ പോയി നല്ല ഉന്മേഷത്തോടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ മാറും. ആ പരിപാടി സംഘടിപ്പിക്കണമെന്നും എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ മൈക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നും, കാരണം ഇതിന്റെ കൂട്ടത്തിലുള്ള അനൗൺസ്മെന്റും പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും ഒക്കെ ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചിട്ടുണ്ട്. അത് ആരംഭിക്കാൻ പറ്റുന്നിടത്ത് പെട്ടെന്ന് തന്നെ ആരംഭിക്കും, എല്ലാത്തിടത്ത് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അത്തരത്തിലുള്ള ഒരു ഭാഗം. അതിന്റെ കൂടെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഇതിനകത്ത് വരും. അധ്യാപകര് ഇതിനകത്ത് കൗൺസിലിംഗ് കൊടുക്കാൻ കഴിവുന്നവരായിട്ട് മാറും. അതിലൊരു പറ്റം അധ്യാപകരെ അങ്ങനെ എടുക്കുന്നു. എല്ലാം പ്രൊഫഷണൽ കൗൺസിലർമാർ തന്നെ ആവണമെന്നില്ല, കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്നവരാവണമെന്നില്ല. പ്രാഥമികമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ കൗൺസിലിംഗിന്റെ പ്രാഥമിക കാര്യങ്ങൾ അധ്യാപകർക്ക് നിർവഹിക്കാൻ പറ്റും. അങ്ങനെ ഒരു പറ്റം ആളുകൾ എടുക്കുക. അധ്യാപകർക്ക് അതിനാവശ്യമായ പരിശീലനം നൽകുന്നു. മൊത്തത്തിലുള്ള ചില യോഗങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അധ്യാപകരും അല്ലെങ്കിൽ സ്കൂളും കുടുംബവും ചെയ്യേണ്ട കാര്യം, ഒരു കുട്ടി മയക്കുമരുന്നിന് അടിപ്പെട്ടു, അത് രഹസ്യമാക്കി വെക്കാൻ പാടില്ല. സ്കൂളിന്റെ സൽപ്പേരും കുടുംബത്തിന്റെ അന്തസ്സും ഓർത്ത് ഈ പേര് ഇത് പുറത്തു പറയണ്ട എന്ന നിലയിൽ എടുക്കാൻ പാടില്ല. പുറത്തു പറയണ്ട എന്ന് പറഞ്ഞ് ഇത് വർദ്ധിക്കുകയാണ് ചെയ്യുക. കുട്ടിയെ ശിക്ഷിക്കുക എന്നത് ആരും കാണുന്നില്ല. നാം ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നിന് അടിപ്പെട്ടു പോയ കുട്ടിയെ അതിൽ നിന്ന് മുക്തമാക്കലാണ്. ആരും ശിക്ഷിക്കാൻ പുറപ്പെടുന്നില്ല. അപ്പോൾ ആവശ്യം കുട്ടി എത്ര കണ്ട് മയക്കുമരുന്നിന് അടിപ്പെട്ടു പോയി, പ്രാരംഭ നിലയാണെങ്കിൽ കൗൺസിലിംഗ് മതിയാവും, അതിലൂടെ ഒഴിവാക്കാൻ പറ്റും. അത് കടന്നുപോയെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ടതായിരിക്കും. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കണം. ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞ കുട്ടി തിരിച്ചു വരുമ്പോൾ, അത് കുട്ടിയായാലും മുതിർന്നയാളായാലും, ആ തിരിച്ചു വരുമ്പോൾ ആ കുട്ടിയെ ഒറ്റപ്പെടുത്താൻ പാടില്ല. കുടുംബം ഒറ്റപ്പെടുത്താൻ പാടില്ല, സ്കൂൾ ഒറ്റപ്പെടുത്താൻ പാടില്ല, കുട്ടിയെ മാറ്റി നിർത്താൻ പാടില്ല, കുട്ടിയെ ചേർത്ത് പിടിക്കുന്നതിനായിരിക്കണം. അങ്ങനെ കുട്ടിയെ തിരിച്ചു വന്നതിൽ നിന്ന് നല്ലതുപോലെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. വീണ്ടും മയക്കുമരുന്നിലേക്ക് പോകത്തക്ക സാഹചര്യം കുടുംബമോ സ്കൂളോ സൃഷ്ടിക്കാൻ പാടില്ല. സമൂഹവും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ
ആലോചിച്ചിട്ടുള്ളത്. നല്ല തയ്യാറെടുപ്പ് ഇപ്പൊ നടന്നിട്ടുണ്ട്. നല്ല നിലക്ക് ആ പരിപാടി നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള വർഗീയതയുടെ പ്രശ്നം പറഞ്ഞു. അതിന് അത്തരം കാര്യങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ എല്ലാവരും യോജിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അത് ശരിയാണ്. ഞാനിപ്പോ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല. എല്ലാവർക്കും കൃത്യമായ ധാരണയുള്ള വിഷയമാണ് അത് എന്നതുകൊണ്ട് നമ്മൾ അത്തരം വിഭജന ചിന്തകളെ, ഭേദചിന്തകളെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ള ഏകോപിതമായ നില വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ നാടിന്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും നല്ലതുപോലെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിലെപ്പോഴും മതനിരപേക്ഷത കൂടുതൽ കൊടുത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ പ്രധാനമായി പറഞ്ഞിട്ടുണ്ട്. അതില് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രശ്നം പറഞ്ഞു, മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം പറഞ്ഞു. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കാം. എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യത്തിൽ മുൻപുള്ള അത്ര ഒരു ഡിമാൻഡ് ഇപ്പോൾ ആ തരത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിന് വലിയ താല്പര്യം പലരും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അതിലൊരു ചെറിയ കുറവ് കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും. കാർഷിക മേഖലയുടെ പ്രശ്നം കൂടെ വലിയ തോതിൽ പറയുകയുണ്ടായി. അത് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന കാര്യത്തിൽ തന്നെ പറഞ്ഞു. അത് വളരെ ശരിയായ കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു, കാർഷിക രംഗത്ത് നല്ല ഇടപെടലുകളാണ് നടത്തുന്നത്. കാർഷിക രംഗം നാം ഉദ്ദേശിക്കുന്നത് ഉത്പാദനക്ഷമത വർദ്ധിക്കണം. അപ്പൊ നല്ലതുപോലെ ഉത്പാദനം വർദ്ധിപ്പിക്കാനാവണം. അതോടൊപ്പം കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് അത് വളരെ പ്രധാനം. അപ്പോൾ കാർഷികോൽപ്പന്നങ്ങൾ നല്ലതുപോലെ വർദ്ധിച്ചു വന്നാൽ അത് സംഭരിക്കല്, അത് മാർക്കറ്റിൽ എത്തിക്കല്, അതുപോലുള്ള കാര്യങ്ങളും അതിന്റെ കൂടെ നടക്കും. ഇതിനെല്ലാമുള്ള സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. നല്ല നിരക്ക് നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് ഇടയാക്കുന്നതായിരിക്കും കാർഷികാഭിവൃദ്ധി. എല്ലാവരും ആ മേഖലയിലേക്ക് നല്ലതുപോലെ തിരിയാനും കഴിയും. ഇപ്പോ നേരത്തെ മഴമറ എന്ന തരത്തിലുള്ള ഒരു പരിപാടി നമ്മുടെ ഇവിടെ വിദേശത്തൊക്കെ കാണുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് മഴയെ തടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഒരല്പം തണൽ കൊടുക്കുന്ന തരത്തിൽ വന്നാൽ അതിന്റെ മറവിൽ കൃഷി ചെയ്യുന്ന ഒരു സംവിധാനം ഒരുക്കിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ പ്രതികരണം ആ കാര്യത്തിൽ വന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ അനുഭവം. പലരും ആ പുതുതായിട്ട് കൃഷി രംഗത്തേക്ക് വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ നല്ല നിലക്ക് അത്തരം കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. കാർഷിക രംഗത്ത് കൂടുതൽ നല്ല നിലക്ക് മാർക്കറ്റിംഗ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, വിദേശത്തേക്കടക്കം അയക്കാൻ കഴിയുന്ന നിലവിലുണ്ട്. അങ്ങനെ നല്ല മാറ്റം പൊതുവെ വന്നു ചേരുന്നു. കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നം പറഞ്ഞത് വന്യമൃഗങ്ങൾ ഇവിടെ ആക്രമണം നടത്തുന്ന സംഭവത്തെ കുറിച്ച്. അത് ശരിയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ കുറിച്ച് നമ്മൾ കാണേണ്ടത്, നമ്മളതിന് സർക്കാർ അതിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കാണേണ്ടത്, മൃഗ ആക്രമണം നേരത്തെ ഉള്ള അത്ര ഇപ്പോൾ ഇല്ല. പക്ഷേ കുറഞ്ഞാലും ആ കുറവ് സംഭവിച്ചാലും നമ്മുടെ നാട്ടിൽ ആപത്താണല്ലോ. ഒരാളായാലും നഷ്ടപ്പെട്ടാൽ നഷ്ടം തന്നെയാണ്. അപ്പൊ അത് ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, വന്യമൃഗങ്ങൾ ഇനി വരാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. അതിനുള്ള പ്രതിരോധ നടപടികൾ എടുക്കണം. അതിലൊന്ന് ചില കടങ്ങുകൾ വേണം, ചിലപ്പോൾ കിടങ്ങുകൾ വേണം, രണ്ടും വേണ്ടതായിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കും.
അത്തരം നടപടികൾ പലയിടത്തും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം മറ്റൊരു കാര്യം കാട്ടിനകത്തും ചെയ്യേണ്ടതായി. ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണല്ലോ. നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ മറ്റു ജീവികൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളതാണ്. അപ്പൊ ആ ജീവികൾക്ക് ജീവിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥയായിരിക്കണം കാട്ടിലുണ്ടാകുക. കാട്ടിനകത്ത് സംഭവിച്ചിട്ടുള്ളത്, കാട്ടിനകത്തുള്ള കൃഷി അല്ലെങ്കിൽ ചെടികൾ, അത് ഈ മൃഗങ്ങൾക്ക് പറ്റാത്ത കുറെ വന്നു ചേർന്നിട്ടുണ്ട്. അത് അവരുണ്ടാക്കിയതല്ല, നമ്മളുണ്ടാക്കിയതാണ്, മനുഷ്യരുണ്ടാക്കിയതാണ്. അതിന്റെ ഭാഗമായി അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്ന കാട്ടിനും മൃഗങ്ങൾക്കും വേണ്ടാത്ത കുറെ സസ്യങ്ങളുണ്ട്. അതിലൂടെ സംഭവിച്ചെന്താ, നേരത്തെ നല്ല പുൽമേട് ഉണ്ടായിരുന്നു. ആ പുൽമേട് എന്ന് പറഞ്ഞാൽ വെറും പുൽമേട് മാത്രമല്ല, അതിനകത്ത് കുറെ ജീവികളുണ്ട്. ആ ജീവികൾ ഇവർക്ക് വേണ്ടതാണ്, ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് വേണ്ടതാണ്. പുൽമേട് അവർക്ക് വിശ്രമിക്കാനുള്ളതാണ്. പക്ഷേ ഈ പുൽമേട് പോയി, അവിടുത്തെ സാധാരണ സസ്യങ്ങൾ പോയി. അതിന് പകരം ഈ അധിനിവേശ സസ്യം വന്നു. അതിനകത്തേക്ക് മൃഗം പോകില്ല, അതിനടുത്തോട്ട് മൃഗം പോകാൻ തയ്യാറാണ്. ഇതിന്റെ ഭാഗമായി കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വാസന മൃഗങ്ങൾ കാണിക്കുക. ഇപ്പം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഈ അധിനിവേശ സസ്യം എന്ന് പറയുന്നത് മുഴുവൻ മൃഗങ്ങൾ അത് കാട്ടിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിലപാടെടുത്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഫലപ്രദമായ നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇവർക്കുള്ള പ്രശ്നങ്ങൾ, വെള്ളം കിട്ടണം, ഭക്ഷണം കിട്ടണം. വെള്ളത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഉള്ള ചില കുളങ്ങളൊക്കെ തകർന്നു പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ആ കുളങ്ങളൊക്കെ വീണ്ടെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ കുളങ്ങൾ കുഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മഴവെള്ള സംഭരണം കാട്ടിൽ ചില പ്രദേശങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും, അതും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം അവർക്ക് അവിടെ ഉണ്ടാവുക എന്നത് പ്രധാനമായിട്ട്. ഇതെല്ലാം അവരെ സംരക്ഷിക്കാൻ നമ്മളിപ്പോ മനുഷ്യരെ ഏറ്റവും അധികം സംരക്ഷിക്കുന്നില്ലേ, പക്ഷെ നമ്മളെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയിട്ടുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയതിന്റെ ഭാഗമായി നല്ല നിയന്ത്രണം നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടല്ലോ, രാജ്യത്തുണ്ടല്ലോ. മനുഷ്യന് ജനസംഖ്യാ നിയന്ത്രണമുണ്ട്, മൃഗത്തിന് ജനസംഖ്യാ നിയന്ത്രണമുണ്ട്. മൃഗത്തിന്റെ എണ്ണം പെരുകയില്ലേ. അപ്പൊ എങ്ങനെയാ പെരുകുന്നത് നിർത്താൻ പറ്റുക? ലോകത്തെല്ലായിടവും മൃഗങ്ങളിൽ ഒരു ഭാഗത്തെ നായാടിയും മറ്റും കൊണ്ടുവരും. പിന്നെ ഏതൊരു പത്രക്കാരന്, തമാശക്കാരന് പിന്നെ ഇന്നൊരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട് കാര്യം. നമ്മുടെ ലോകത്തിന്റെ ഒരു അവസ്ഥ, ആ മൃഗങ്ങൾ അതിന്റെ ഭാഗമായി കുറെ നശിക്കുന്നുണ്ട്. അതൊരു തരത്തിലുള്ള നിയന്ത്രണമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിയമം. ആ നിയമത്തിന്റെ ഭാഗമായി ഒരു വന്യമൃഗത്തെയും തൊടാൻ പാടില്ല. വന്യമൃഗത്തിന് ഭയങ്കര സംരക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവര് നല്ലൊരു വലിയ തോതിൽ തെറ്റുപറ്റുന്നു. ഇപ്പോ പന്നി, കാട്ടുപന്നി എന്റെയൊക്കെ ചെറുപ്പത്തിൽ കാട്ടുപന്നി എന്ന് കേട്ടത് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും നാട്ടിൽ ഇവിടെയും ഈ പന്നീനെ ഒരാളും കണ്ടിട്ടില്ല. സാധാരണ മറ്റേ പന്നീനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ കാട്ടുപന്നി എന്ന് പറയുന്നത് എവിടെയും കണ്ടിട്ടില്ല. ഇന്ന് പന്നിയില്ലാത്ത ഏതൊക്കെ സ്ഥലമുണ്ട്? കാടില്ലാത്ത എല്ലാ സ്ഥലത്തും കാട്ടുപന്നി എത്തിയില്ലേ? കാട് കണ്ട എല്ലാ സ്ഥലത്തും കാട്ടുപന്നി എത്തി. ആലപ്പുഴയിൽ കാടില്ല, പക്ഷെ അവിടെ കാട്ടുപന്നി ഉണ്ട്. ഇതല്ലേ സംഭവിക്കുന്നു. അപ്പോ പന്നിയെ കൊല്ലുന്നതിന് ഇപ്പം വലിയ സാഹസപ്പെട്ടാണ് അവസാനം നമ്മളതിന് അംഗീകാരം ഇപ്പം ആയിട്ടുണ്ട്. അത് പഞ്ചായത്തുകൾക്ക് കൊല്ലാമെന്ന നിലപാട് വന്നിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താ ചെയ്യുന്നത്, മണ്ണെണ്ണയാണോ ഉപയോഗിച്ചത്, വെളിച്ചെണ്ണയാണോ ഉപയോഗിച്ചതെന്ന് നോക്കാൻ ഉദ്യോഗസ്ഥർ പോകണ്ടെന്നുള്ള നിലപാട് പൊതുവിൽ എടുത്തിട്ടുണ്ട്. ഇല്ല എന്നുള്ളത് പ്രധാനമാണ്. അത് ആ നടക്ക് നടക്കട്ടെ എന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ മറ്റു മൃഗങ്ങളും അത് ശരിയാണ്. മറ്റു മൃഗങ്ങളുടെ കാര്യത്തിൽ ശരിയാണ്. നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ്, കേന്ദ്ര നിയമമാണ്. ആ നിയമത്തിൽ മാറ്റം വരും. ആ മാറ്റം വരുത്താൻ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായിട്ടുണ്ട്. നാളെ അത് സന്നദ്ധമാകാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്ര കണ്ട് ആപത്ത് എല്ലാവരുടെയും വന്നുകൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നിയമം കൂടി മാറ്റണം. നിയമം മാറ്റം മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരമായിട്ട് വരൂ എന്നുള്ളത് കാണണം. അതോടൊപ്പം ഈ നടപടികളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു. പിന്നെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് നമുക്ക് നല്ല തോതിൽ പണം ആവശ്യമുണ്ട്. കാരണം
ഈ ഘടകായാലും കടകായാലും ഈ രണ്ടിനും പണം വേണമല്ലോ. നമ്മുടെ സംസ്ഥാനം ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അനുകൂലമായിട്ട് ഒരു പ്രതികരണവും വന്നിട്ടില്ല. നമ്മളാകാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫലപ്രദമായി തന്നെ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മുടെ കുട്ടികള് രാജ്യം വിടുന്ന കാര്യം അതില് നമ്മൾ വളരെ വേവലാതിപ്പെട്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളായാലും ആരായാലും രോഗം അവരുടെ ഉള്ളം കയ്യിലില്ല. അവർക്ക് എവിടെ വേണമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ കുട്ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഠിക്കണമെന്ന് പ്രത്യേക ആഗ്രഹം തോന്നിയാൽ അങ്ങോട്ട് പോയി എന്നുള്ളൂ. അത് രക്ഷിതാക്കളോട് അഭിപ്രായപ്പെട്ട് രക്ഷിതാക്കളെ സമ്മർദ്ദത്തിലാക്കി ആ നിലപാട് സ്വീകരിച്ചേക്കാം. നമുക്ക് പ്രധാനം എന്താ? നമ്മുടെ കേരളത്തിൽ ആവശ്യമായ തോതിലുള്ള വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിക്കണം, ഉന്നത വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിക്കണം, കോഴ്സുകൾ വർദ്ധിക്കണം, നല്ല ആധുനികമായ കോഴ്സുകൾ ഉണ്ടാകും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ലഭിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യം ഇവിടെ ലഭ്യമാക്കണം. അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഈ വർഷമൊക്കെ നല്ല തോതിലാണ് വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പഠിക്കാനുള്ള അപേക്ഷകൾ വന്നിട്ടുള്ളത്. നല്ല മാറ്റമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഴിവ് നമ്മൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും ചില കുട്ടികൾ പോയി അവർ പോയിട്ട് വരട്ടെ എന്നുള്ളത് എന്ന് മാത്രമേ പറ്റൂ. നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നല്ലതുപോലെ ശക്തിപ്പെടുന്ന നടപടികൾ എടുക്കും. സ്കില്ലുകളെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയോടെ തന്നെയാണ് നമ്മൾ നീങ്ങുന്നത്. ഇപ്പൊ ഏതാണ് പ്രധാനമായിട്ട് വേണ്ടത്? ഈ നിയമിക്കുന്ന എംപ്ലോയർക്ക് വേണ്ട ആവശ്യമായ സ്കില്ല് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോ കാണുന്നത്. അത് നമ്മുടെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നത്, ലോകത്ത് തന്നെയുള്ള വിവിധ ആളുകളുമായി ബന്ധപ്പെടുന്നത്, അവർക്ക് വേறு തരത്തിലുള്ള സ്കില്ലാണ് ആവശ്യം. ആ സ്കിൽ പരിശീലനം കൊടുക്കുന്നതിനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് വ്യാപകമായി സ്വീകരിക്കാൻ പോവുകയാണ്. വലിയ തോതിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതിലൂടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കാണുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു. റെസിഡൻസ് അസോസിയേഷൻ നല്ല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. വികസന കാര്യങ്ങളിലും അവർ പങ്കുവഹിക്കുന്നുണ്ട്. പിന്നെ മറ്റു ചില പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളാണ്. അതൊക്കെ നമുക്ക് കാലത്തിന് വിടുന്നതാണ് നല്ലത്. ഇപ്പൊ ഉള്ള നിലക്ക് നല്ല പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. സർക്കാരുമായും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി എല്ലാം സഹകരിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. അത് ആ വഴിക്ക് മുന്നോട്ട് നീങ്ങട്ടെ. ഉന്നയിച്ച ആവശ്യങ്ങൾ പിന്നീട് നമുക്ക് പരിശോധിക്കാം. വ്യാപാരി ക്ഷേമനിധി ബോർഡിനെ പറ്റി പറഞ്ഞു. അത് നവീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അത് പിന്നീട് നോക്കേണ്ട കാര്യമാണ്. ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിന്റെ കാര്യം, നമ്മുടെ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ പ്രശ്നം പറയുകയുണ്ടായി. അതില് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ലെവലിലാണെന്ന് പറഞ്ഞത്. അതിൽ കാണേണ്ട കാര്യം, തദ്ദേശഭരണ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സർക്കാരാണ്. ആ സർക്കാരിന്റെ കാര്യങ്ങൾ അവർ നിർവഹിക്കുക, അത് മറ്റുമായി ബന്ധപ്പെടേണ്ടവരുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് മറ്റേകോപനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ കഴിയുന്നതായിരിക്കും. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സമാഹരണം എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ നേരിടുന്ന പ്രശ്നത്തിൽ ഏറ്റവും ഗുരുതരമായതാണ്. അത് നമുക്ക് പരിഹരിച്ചു പോകേണ്ട പ്രശ്നങ്ങളാണ്. അതായത് സർക്കാർ അത് സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാവുന്നതാണ്. ഇപ്പൊ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു അഭിപ്രായത്തിലേക്ക് ഞാനിപ്പോ കടക്കുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള യൂസർ ഫീ നൽകാതിരിക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഹരിതകർമ്മസേനയുടെ ഭാഗത്ത് ഉന്നയിക്കുകയുണ്ടായി. അത് നല്ലതുപോലെ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട്. യൂസർ ഫീയുടെ കാര്യത്തിലും വലിയ മാറ്റം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഈ തുടർച്ചയായ ശ്രമത്തിന്റെ ഭാഗമാണ്. അത് നല്ല രീതിയിൽ ഇനിയും മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്.
യൂസർ ഫീ കൃത്യമായി നൽകുന്ന സംവിധാനം ഉണ്ടാക്കാൻ തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അത് സാധിക്കുന്നതാണ്, നമുക്കതിന് മറ്റ് ഭയപ്പെടേണ്ട കാര്യമില്ല. കൗമാരക്കാരുടെ ആത്മഹത്യാ പ്രവണതയും മാനസിക സമ്മർദ്ദവും നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ് ആ പ്രശ്നങ്ങൾ. അത് അതിന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും നന്നായി. അംഗൻവാടി രംഗം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് തന്നെയാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ പരിശോധിക്കാവുന്നതാണ്. മെഡിസപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. പിന്നെ തമിഴ്നാടിന്റെ മോഡൽ ഇവിടെ പറയുകയുണ്ടായി. അത് ഇപ്പൊ നല്ല രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന നില സർക്കാർ മുൻകൂരെടുക്കുന്നുണ്ട്. സാമ്പത്തിക പരിമിതികൾ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് വസ്തുതയാണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കാം എന്താണ് ചെയ്യാൻ പറ്റുക. സ്കീമല്ല. അപ്പൊ അതിന്റെ ഭാഗമായി രാജ്യത്താകെയുള്ള മാറ്റമാണ് അതിൽ കേരളത്തിൽ മാത്രമായിട്ട് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. നയം രൂപീകരിക്കുന്നത് എപ്പോഴും സർക്കാരാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിനിമാ രംഗത്തുള്ള നയമായാലും അത് സാംസ്കാരിക വകുപ്പാണ് കൊണ്ടുവരിക, ഏതെങ്കിലും കോർപ്പറേറ്റ് അല്ലാതെ നയം കൊണ്ടുവരിക. അതിനെപ്പറ്റി വേറെ ആശങ്ക ഉണ്ടാകേണ്ടത്. ആരാധനാലയങ്ങള് അവിടെ നടക്കേണ്ട ചടങ്ങ് ഏത് എന്ന് ആ ആരാധനാലയത്തിന്റെ നേതൃത്വം വഹിക്കുന്നവർ തീരുമാനിക്കേണ്ടതാണ്. കാരണം അത് പുറത്തു നടപടി എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടതില്ല. സർക്കാർ അത് പ്രത്യേകമായിട്ട് ഇടപെടേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. സാധാരണഗതിയിൽ അവിടെ എന്താണോ ചടങ്ങുകൾ വേണ്ടത് അത് അവിടെ വെച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ നീക്കേണ്ടത്. അപ്പോ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പൊ മതപരമല്ലാത്ത ചടങ്ങ് ഇപ്പൊ ആരാധനാലയങ്ങളുടെ ഭാഗമായി നമ്മൾ നേരത്തെ പലയിടത്തും കണ്ടിട്ടുള്ളത് സാംസ്കാരികമായിട്ട് ചില ചടങ്ങുകൾ നടക്കാറുണ്ട്. അത് നമ്മുടെ നാടിന്റെ പഴയകാല പാരമ്പര്യത്തിലൊക്കെ നടന്നു വരുന്ന കാര്യം. ചിലയിടത്ത് നാടകങ്ങൾ നടക്കാറുണ്ട്, ചില കഥാപുസ്തകങ്ങൾ പണ്ട് വലിയ തോതിൽ പലയിടത്തും നടന്നിട്ടുണ്ട്. അതൊക്കെ ആളുകളെ പൊതുവിൽ ആകർഷിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. നല്ല താല്പര്യപൂർവ്വം ആളുകൾ പങ്കെടുക്കുക. അതിനൊന്നും വേറെ ഒരു തർക്കവും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. എല്ലാവരും അത് ആസ്വദിക്കുന്ന രീതിയായിരുന്നു. തർക്കമൊക്കെ വരുന്ന എപ്പോന്ന് വെച്ചാൽ വേണ്ടാത്ത താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അവര് വേണ്ടാത്ത ചിന്തകളോടുകൂടി ഇടപെടുന്ന ഘട്ടത്തിലാണ് ഈ തർക്കങ്ങൾ വരുന്നത്. നമുക്ക് നാടിന്റെ ഒരുവർക്ക് ആവശ്യമായ ഏതും സ്വീകരിക്കാവുന്നത്. പക്ഷെ എന്ത് വേണം വേണ്ട എന്നൊക്കെ അതത് ആരാധനാലയങ്ങളുടെ ബന്ധപ്പെട്ടവർ തീരുമാനിക്കേണ്ടത്. അത് അതിന് പുറത്തും തീരുമാനിക്കേണ്ടത്. മോയിൻകുട്ടി വൈദ്യരുടെ പിന്നെ പരിപാടി നടത്തുന്ന കാര്യം പറഞ്ഞു. അത് നല്ല രീതിയിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. ഇവിടെ ആലോചിക്കുക, സർക്കാരും ആലോചിക്കുക. എന്താണ് അലിഗഡ് സർവകലാശാലയുടെ റോഡിന്റെ പ്രശ്നം പറയുകയുണ്ടായി. അത് നമുക്ക് പ്രത്യേകം നോക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക. അവിടുത്തെ പൊതു വികസനത്തെ പറ്റി ഇവിടുത്തെ അതൊരു ന്യൂനപക്ഷ വകുപ്പിന്റെ സ്ഥാപനമാണ്. നമ്മുടെ ന്യൂനപക്ഷ വകുപ്പ് ഇവിടുന്ന് അതിൽ ഇടപെട്ടിരുന്നു. മന്ത്രി തന്നെ അവിടുത്തെ DC ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് ഫലപ്രദമായിട്ടില്ല. ഏതായാലും അദ്ദേഹത്തെ അടക്കം വിളിച്ചൊരു യോഗം നടത്തുന്ന കാര്യം സർക്കാർ ആലോചിക്കുക. അതിന് വികസനത്തെ പറ്റി എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണ് അവരുടെ പ്രതികരണം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ദേവസ്വം ബോർഡുകളെ ഏകീകരിക്കണം എന്ന് ഒരു അഭിപ്രായം വന്നു. പക്ഷെ അതൊക്കെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞയാൾക്ക് തന്നെ നല്ലതുപോലെ അറിയാം. നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണെന്ന്. സർക്കാർ ഇതിലൊക്കെ ഒരു നിർബന്ധപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നില്ല. എല്ലാവർക്കും സമവായാൽ നമുക്ക് ആ നടപടിയിലേക്ക് നീങ്ങാനുമാണ്. അപ്പൊ അങ്ങനെ ആയെങ്കിൽ നമുക്ക് ആലോചിക്കാം. വ്യവസായത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡിയിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് പരിശോധിക്കാം. ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി നല്ല നിലക്ക് കൊടുക്കുന്നത് തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് പോകാം. വൈദ്യുതി രംഗത്ത് നല്ല ഇടപെടലാണ് പൊതുവെ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി നല്ല ക്വാളിറ്റി പവർ ഇപ്പോ എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നത്. എന്തായിരുന്നു നമ്മുടെ കേരളത്തിലെ പഴയ അവസ്ഥ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത്. ഞാൻ അതിന്റെ പഴയ കഥകളിലേക്കൊന്നും പോകുന്നില്ല. 95% പവർ കട്ട് ഏർപ്പെടുത്തിയ നാടായിരുന്നു നമ്മുടെ നാട്.
5% എന്ന് പറയുന്നത് അവിടുത്തെ വിളക്കിന് വേണ്ടി കൊടുത്തതാണ് ആ ഫാക്ടറിയിൽ. ബാക്കി 95 പുറത്തെ. അങ്ങനെ 3-4 മണിക്കൂർ ലോഡ് ഷെഡിങ് നടപ്പാക്കിയ നാടായിരുന്നു നമ്മുടെ. അങ്ങനെയൊക്കെ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതെല്ലാം മാറിയല്ലോ. ഏതായാലും ഇപ്പം ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ടില്ല, ക്വാളിറ്റി പവർ തന്നെ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. നല്ല 10,000 കോടി രൂപ ചെലവിട്ടിട്ടാണ് ട്രാൻസ്മിറ്റ് പദ്ധതി നടപ്പാക്കുന്നത്. നല്ല ഇടപെടലുണ്ട് ഭാഗത്ത്. അപ്പോ സബ്സിഡി അതിന് കൊടുക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. കാരണം അവരെ ചെലവ് ഒപ്പിച്ചു പോകണം. അപ്പൊ അതിനാവശ്യമായ വരവ് അവർക്കുണ്ടാകും. അപ്പൊ സബ്സിഡി കൊടുത്താൽ ആ സബ്സിഡിക്ക് തുല്യമായ തുക അങ്ങോട്ട് കൊടുക്കണം. അതിപ്പോ സാധിക്കുന്നില്ല. അപ്പൊ സബ്സിഡിയുടെ കാര്യം ഇപ്പൊ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ട്രാഫിക് പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ആലോചിക്കാം. പാലിയേറ്റീവ് രംഗത്ത് വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. അത് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. വലിയ തോതിലുള്ള പാലിയേറ്റീവ് രംഗത്തുള്ളവർക്കെല്ലാം അറിയാലോ, വലിയ ഇടപെടലാണ്. നമ്മുടെ ഒരു കടപ്പ് രോഗിയും പരിചരണം കിട്ടാത്ത അവസ്ഥ വരുന്നത്. എല്ലാവരെയും രജിസ്റ്റർ ചെയ്യുന്നതാണ് വരുന്നത്. എല്ലാ പാലിയേറ്റീവ് സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. നല്ല മാറ്റം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ വിദ്യാലയങ്ങളിൽ പാലിയേറ്റീവ് ക്ലബ് എന്നത് ഇപ്പോ ആലോചിച്ച ഒരു കാര്യത്തിൽ പെടുന്നത്. പിന്നെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ഇപ്പം ലഭിക്കുന്നുണ്ട്. അതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് തുറന്ന് ആലോചിക്കാവുന്നതാണ്. ഇവിടെ ട്രാൻസ്ജെൻഡർ മേഖലയിൽ നല്ല ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. പൊതുവെ നല്ല ചർച്ചയാണ് പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പൊതുവെ കാര്യങ്ങൾ എല്ലാം പരാമർശിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമം ചിലർക്കെല്ലാം ഉണ്ടാകും. അത്തരം ആളുകൾക്ക് ആ അഭിപ്രായങ്ങൾ തരാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നതാണ്. ഇത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നവകേരളം എന്നത് ഏതെങ്കിലും കാലത്ത് നടക്കാനില്ലാത്ത സങ്കല്പം എന്നല്ല, ഈ വർത്തമാന കാലത്ത് നടപ്പാക്കേണ്ട യാഥാർത്ഥ്യം നൽകാൻ നമ്മൾ കാണുന്നത്. അതിന് സഹായകരമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉയർന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്കവ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഒന്നിച്ച് ഈ കാര്യത്തിൽ നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിമാനം.